തിരുനെൽവേലിക്കടുത്ത് അംബാസമുദ്രം. അംബാസമുദ്രത്തിൽ മണിമുത്താർ എന്ന ഒരു മലയോര ഗ്രാമം. കൃഷിയും കാലിവളർത്തലുമൊക്കെയായി കഴിയുന്ന സാധാരണക്കാരായ ഗ്രാമീണർ. അവർ പാടത്ത് പണിയെടുക്കുമ്പോഴും കാലി മേയ്ക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് മാനത്ത് നോക്കും. നേരമെന്തായി എന്നറിയാനല്ല, ഒരു ചെറുവിമാനം നോക്കി കൈവീശാൻ. അത് റിട്ടയർഡ് ഫൈറ്റർ പൈലറ്റ് SKJ നായർ കൊതിതീരെ പറക്കാൻ, പറക്കൽ പഠിപ്പിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ സ്ഥലമാണ്. അവിരാമത്തിന്റെ പുതിയ ലക്കം ആരംഭിക്കുന്നു. Can anyone do this? What I am doing? They cannot. They may have everything, plenty of tons of money, but this happiness they can't even imagine. അത് എനിക്ക് ഈശ്വരൻ തന്നു. I am enjoying. ഓരോ സെക്കൻഡും ആകാശത്തേക്ക് ചെയ്യുന്നുണ്ട്. I am enjoying. നമുക്ക് പറഞ്ഞു നോക്കുമ്പോൾ അറിയാം. It is so nice. ഞാൻ 19ാമത്തെ വയസ്സിലാണ് വിമാനവുമായിട്ട് ബന്ധപ്പെടുന്നത്. ഇപ്പോൾ I am going to touch 70. ഞാൻ റസൽപുരം എന്ന സ്ഥലത്ത് പ്രൈമറി സ്കൂളിൽ വിദ്യാഭ്യാസം തുടങ്ങി. നെയ്യാറ്റിൻകര സ്കൂളിൽ SSLC പാസ്സായി. മഹാത്മാഗാന്ധി കോളേജ് ട്രിവാൻഡ്രത്ത് പ്രീ യൂണിവേഴ്സിറ്റിക്ക് തോറ്റു. അത് കഴിഞ്ഞിട്ട് പോളിടെക്നിക് ഫസ്റ്റ് ഇയർ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കാർമൽ പോളിടെക്നിക് തോറ്റു. വീട്ടിൽ അമ്മയുടെ കണ്ണീര് കണ്ടിട്ട് ഒരു ഒളിച്ചോട്ടം നടത്തി ഇന്ത്യൻ എയർഫോഴ്സിൽ എയർമാനായിട്ട് ചേർന്നു. വളരെയേറെ വിഷമം തോന്നി ആദ്യത്തെ കുറച്ച് നാൾ. പക്ഷേ ജീവിതത്തിൽ ഒരു നല്ല നിലയിലെത്തണമെന്നുള്ള ആഗ്രഹം, അതിനോടൊപ്പം കഠിന പ്രയത്നം, അത് ഞാൻ കുഞ്ഞുനാളിൽ ചെയ്യാത്തത്. അത് തുടങ്ങി 6 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റിൻ്റെ സെലക്ഷൻ, ആൾ ഇന്ത്യ ബേസിലുള്ള സെലക്ഷൻ കിട്ടി. അതിന് പോയി ട്രെയിനിങ് സക്സസ്ഫുള്ളായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ത്യൻ എയർഫോഴ്സിൽ എല്ലാവിധ യുദ്ധവിമാനങ്ങളും MiG-21, Type 96, ഹണ്ടർ, മിറാജ് 2000 ഇതെല്ലാം പറന്നു. ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു ഫൈറ്റർ പൈലറ്റിന് അച്ചീവ് ചെയ്യാനുള്ള എല്ലാ ഹയർ ക്വാളിഫിക്കേഷൻസ്, മാസ്റ്റർ ഗ്രീൻ, എയർഫോഴ്സിലെ എക്സാമിനർ, ഫൈറ്റർ കോമ്പാറ്റ് ലീഡർ, ഇതെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞു. റിട്ടയർ ആയിക്കഴിഞ്ഞിട്ടും ഇത് ഫ്ലൈയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, ആരോഗ്യം എത്രത്തോളം ഉണ്ടോ അത്രയും കാലം ഇത് ചെയ്യുക എന്നുള്ള തുടക്കത്തിലും വീട്ടിലുള്ള ഫുൾ സപ്പോർട്ട്, വൈഫിൻ്റെയും മക്കളുടെയും സപ്പോർട്ടിൽ സാഹസിക സ്പോർട്സിലേക്ക് ഞാൻ തിരിഞ്ഞു. ഫ്ലൈയിങ് അഡിക്ഷനാണ്. മൗണ്ടനിയറിങ് അതുപോലെ തന്നെ. 1967 ഞാൻ ഹിമാലയൻ മൗണ്ടനിയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി മൗണ്ടനിയറിങ് ചെയ്തു. അപ്പോൾ ടെൻസിംഗ് നോഗി, നവാംഗം വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും. അപ്പോൾ ഈ മൗണ്ടനിയറിങ്ങുമായിട്ട് ഒരു
ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തു. അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ എൻ്റെ ഫൈറ്റർ സ്ക്വാഡ് കമാൻഡർ എൻ്റെ അടുത്ത് ചോദിച്ചു, വെദർ വുഡ് യു ലൈക്ക് ടു ബി എ ഷെർപ്പ ഓർ എ ഫൈറ്റർ പൈലറ്റ്. അപ്പോൾ ഓപ്ഷൻ കിട്ടിയപ്പോൾ ഐ തോട്ട് ഐ ബി ഫൈറ്റർ പൈലറ്റ് ആണ് ഫുൾ ഫ്ലഡ്ജ്ഡ് മൗണ്ടനിയർ. അങ്ങനെയാണ് ഇതിലേക്ക് തിരിഞ്ഞത്. പാരാപ്ലെയിൻ 3 ഉണ്ട്. ഈ പവേർഡ് ഹാങ് ഗ്ലൈഡേഴ്സ് 2, 3, 4, 5 ഉണ്ട്. പിന്നെ കൺവെൻഷണൽ എയറോപ്ലെയിൻസ് അത് 2. അപ്പോൾ എത്ര 5, 3, 8, 10. എവരിതിങ് ഈസ് ന്യൂ. ഈ ഇരിക്കുന്ന എയറോപ്ലെയിൻസ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻജിൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള വിങ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലൈയിങ് സ്പീഡ്സ്, ഓരോന്നും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. എക്സെപ്റ്റ് പാരാപ്ലെയിൻ. കുഞ്ഞുങ്ങൾ കളിപ്പാട്ടം പോലെ എനിക്ക് ഈ പ്രായത്തിൽ ഇതെല്ലാം ഒരു ബേസിക്കലി കളിപ്പാട്ടങ്ങളാണ്. അതിൻ്റെ ത്രിൽ ഔട്ട് ഓഫ് ഇറ്റ്. വിമാനയാത്ര ചെലവേറിയതാണ്. അതുപോലെ തന്നെ അത്യന്തം ചെലവേറിയതാണ് വിമാനങ്ങളുടെ നിർമ്മാണവും. ഇതാണ് നമ്മുടെയൊക്കെ പൊതുധാരണ. ഈ ധാരണ പൊളിയും SKJ നായർ ഒരു പഴയ മോട്ടോർ ബൈക്കിന്റെ എഞ്ചിൻ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വിമാനം കണ്ടാൽ. പവേർഡ് ഹാങ് ഗ്ലൈഡർ സിംഗിൾ സീറ്റർ. ഇത് ബാലരാമപുരത്ത് ഞാൻ ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്. നോർമൽ ആയിട്ടുള്ള അലുമിനിയം ട്യൂബ്സ്, അതിൻ്റെ കറക്റ്റായുള്ള ഡയമെൻഷൻസ് മാത്രം നോക്കിയാൽ മതി. അത് വെച്ചിട്ട് ഒരു ട്രയാങ്കുലർ കൺസ്ട്രക്ഷൻ, ഒരു ട്രൈക്ക് ഉണ്ടാക്കുക, ലിംഗം ഉണ്ടാക്കുക. അതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ 100cc മോട്ടോർ സൈക്കിൾ എഞ്ചിനും 3500 രൂപയ്ക്ക് ഊട്ടിയിൽ നിന്ന് പ്രൊപ്പല്ലർ വാങ്ങി ഫിറ്റ് ചെയ്ത് വളരെ കാര്യക്ഷമമായിട്ട് ഒരാളിന് മാത്രം ഇതിന് പറക്കാനുള്ള പവേർഡ് ഹാങ് ഗ്ലൈഡർ ഉണ്ടാക്കി. അത് ഈ എയറോ സ്പോർട്സ് അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതുണ്ടാക്കാം. ഇത് ജസ്റ്റ് ഒരു മോട്ടോർ സൈക്കിളിൻ്റെ വില പോലും ആവില്ല. ഐ മെയ്ഡ് ഇറ്റ്. ഞാനിത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് പ്രോബ്ലി 6000-7000 രൂപയ്ക്ക് അപ്പുറം ആയി കാണില്ല.